തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായപ്പോൾ കോടതി ഡൽഹിയുടെ കാര്യത്തിൽ ഇടപെട്ടത് നമ്മൾ കണ്ടു. തെരുവ് നായ്ക്കൾക്ക് അവരെ പാർപ്പിക്കാൻ വേണ്ടിയുള്ള ഷെൽട്ടറുകൾ ഉണ്ടാക്കണം എന്നതാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതാനും ചില ആഴ്ചകളുടെ സമയവും കോടതി അനുവദിച്ചിട്ടുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുമുള്ളത്. പലയിടങ്ങളിലും തെരുവുനായയുടെ ശല്യം അറുതിയില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. 7 വയസ്സുകാരി തെരുവുനായയുടെ കടിയേറ്റ് മരിച്ച കൊല്ലം കൊട്ടാരക്കര കുന്നിക്കോട് വീണ്ടും തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നതാണ് മറ്റൊരു വാർത്ത. ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കം 2 പേർക്ക് നായയുടെ കടിയേറ്റിട്ടുണ്ട്. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. തെരുവുനായ ശല്യത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. കരമൊടുക്കുന്ന ജനങ്ങളെക്കാൾ തെരുവുനായ്ക്കളെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന ഒരു പഞ്ചായത്ത്, അതാണ് വിളക്കുടി പഞ്ചായത്ത്. 7 വയസ്സുകാരിയുടെ ജീവനെടുത്ത് 3 മാസം കഴിയുമ്പോഴും ഇന്നാട്ടിൽ തെരുവുനായ ശല്യം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. എന്നിട്ടും യാതൊരു പരിഹാരവും കാണാൻ പഞ്ചായത്ത് അധികൃതർക്കാകുന്നില്ല. നാട്ടുകാർ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. തെരുവുനായയുടെ കടിയേറ്റ് ജീവൻ നഷ്ടമായ നിയ ഫൈസൽ ഇന്നും വേദനിപ്പിക്കുന്ന ഓർമ്മയാണ്. ആ പിഞ്ചുകുഞ്ഞിന്റെ ജീവനെടുത്ത തെരുവുനായ്ക്കൾ യാതൊരു കൂസലുമില്ലാതെ ഇപ്പോഴും വിളക്കുടി പഞ്ചായത്തിൽ വിഹരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും തെരുവുനായ ശല്യം ഇവിടെ വർദ്ധിക്കുന്നു. നിയ ഫൈസലിന്റെ വീടിനൊട്ടൊന്നും അകലെയല്ലാതെ മീറ്ററുകൾ മാത്രം മാറി ഇന്നും 2 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ശാസ്ത്രി ജംഗ്ഷനിലെ ടയർ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായ ബീഹാർ സ്വദേശി 30കാരൻ മുന്നയ്ക്കും കുന്നിക്കോട് സ്വദേശി 59 വയസ്സുള്ള ഷാഹുൽ ഹമീദിനുമാണ് നായയുടെ കടിയേറ്റത്. മറ്റ് 2 പേർക്ക് കൂടി കടിയേറ്റതായും പറയപ്പെടുന്നു. പേവിഷബാധയേറ്റ നായയെന്നാണ് നാട്ടുകാരുടെ സംശയം. സ്ഥിരമായിട്ട് ഇഷ്ടംപോലെ പട്ടികളുണ്ട്. ഞാൻ താമസിക്കുന്ന മേളില്ല. അതുകൊണ്ട് കിണറ്റിൻ്റെ അവിടെ നിന്ന് പച്ചിൽ ഇഷ്ടംപോലെ ഞങ്ങൾ എറിയോ കടന്ന് എവിടുന്ന് കൊണ്ടിട്ട പട്ടിയാണെന്നറിയാൻ വയ്യ. ഇപ്പോൾ ലൈവായിട്ട് വന്ന ഇവിടെ ഈ ടയർ ഇടാൻ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയ വീസടിച്ചുകൊണ്ടിരുന്ന ജോലിക്കാരൻ അവരെ കടിച്ച് ഞാൻ മോളിൽ നിന്ന് കാണുമല്ലോ. അവിടെ കാക്ക നമ്മുടെ പള്ളി വരുന്നൊരു കാക്കയെ ചാടി കയറി കടിച്ച്. പഞ്ചായത്തിൽ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ 100 വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ 1-ാം നമ്പർ 100 വിളിച്ചിട്ട് അവർ ഇതുവരെ പ്രതികരിച്ചിട്ട് പോലും ഇല്ല. പോലീസ് സ്റ്റേഷനിൽ പോലും ആരും വന്നിട്ടില്ല. എത്ര എണ്ണം പട്ടികളെ ഇങ്ങോട്ട് തിരിഞ്ഞാലും പട്ടികളെ LP സ്കൂളിൽ തമ്പടിച്ച് കിടക്കുക. കുന്നിക്കോട് LP സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ തമ്പടിച്ച് കിടക്കുന്നത്. നാട്ടുകാർ സംഘടിച്ച് നായയ്ക്കായി തിരച്ചിൽ ആരംഭിച്ചു. ഒടുവിൽ നായയെ കണ്ടെത്തി. പാഞ്ഞെടുത്ത നായയെ നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നു. നിയ ഫൈസലിന്റെ മരണത്തിനു പിന്നാലെ തെരുവുനായ നിർമ്മാർജ്ജനത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും ക്യാമറകൾക്ക് മുന്നിലിരുന്ന് ന്യായം നിരത്തിയ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞതൊക്കെ മറന്നു. നാട്ടിലാകമാനം ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ പട്ടികൾ ഓരോ സ്ഥലത്തും തങ്ങിക്കൂടി 5, 6, 10 പട്ടികൾ ഒന്നിച്ചു വന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ട, നടന്ന് പിള്ളേർ മദ്രസയിൽ പോകണ്ട, ട്യൂഷന് പോകണ്ട എന്നൊരവസ്ഥയാണുള്ളത്. ഈ പഞ്ചായത്തിൻ്റെ അടുത്ത് പല പ്രാവശ്യവും പറഞ്ഞാൽ തെരുവുപട്ടികളൊക്കെ കയറി ക്രമീകരിക്കാൻ എന്തെങ്കിലുമൊക്കെ നടപടികൾ ചെയ്യണമെന്ന്. തെരുവുനായ ശല്യം വിളിച്ചു പറഞ്ഞാൽ പിന്നെ വിളക്കുടി പഞ്ചായത്ത് അധികൃതരുടെ പെരുമാറ്റം മോശമായിരിക്കും. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളാണെന്നൊക്കെ അങ്ങ് മറക്കും. നായയുടെ കടിയേറ്റ് കുട്ടി മരിച്ചതിനു പിന്നാലെ പേരിനൊരു നായയെ പിടിച്ചതല്ലാതെ ഒരു ചുവട് പോലും മുന്നോട്ട് പോകാൻ വിളക്കുടി പഞ്ചായത്ത് അധികൃതർക്കായിട്ടില്ല. ആ ദിവസങ്ങളിൽ പ്രതിഷേധവുമായി എത്തിയ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ തെരുവുനായയുടെ പക്ഷം ചേർന്നതുപോലെ തോന്നും. പ്രതിഷേധങ്ങളൊക്കെ എല്ലാവരും താഴ്ത്തി വെച്ചിരിക്കുന്നു. നായ്ക്കളുടെ സ്വന്തം പഞ്ചായത്തായി അങ്ങനെ വിളക്കുടി പഞ്ചായത്ത് മാറിയിരിക്കുന്നു. പട്ടാപ്പകൽ പോലും പട്ടിയെ പേടിച്ച് പുറത്തിറങ്ങാൻ ഭയക്കുകയാണ് വിളക്കുടി പഞ്ചായത്തിലുള്ളവർ. നാട്ടിൽ പേപ്പട്ടികൾ വിഹരിക്കുമ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കി ആ ഇരുട്ടിലിരിക്കുകയാണ് വിളക്കുടി പഞ്ചായത്ത് അധികൃതർ. ആർക്കുവേണ്ടി, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു ഭരണമെന്നാണ് ഇന്നാട്ടുകാർ ചോദിക്കുന്നത്. ക്യാമറമാൻ VS മനീഷിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.